ഈ അടുത്ത കാലത്തായി ധാരാളമായി കണ്ടുവരുന്ന വളരെ സങ്കടകരമായ ഒരവസ്ഥയെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അതായത് റമദാനിൽ 1 മുതൽ അവസാനം വരെ നഗരങ്ങളിലും സിറ്റികളിലും മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിൽ പോലും പ്രത്യേകമായ റമദാൻ മാർക്കറ്റുകൾ, അല്ലെ, ഫുഡ് കോർട്ടുകൾ, റമദാൻ ഫുഡ് കോർട്ടുകൾ. അത് സാധാരണ അങ്ങാടിയിൽ നടക്കുന്ന കച്ചവടമല്ല, അതുണ്ട്. അതിന്റെ പുറമെ പ്രത്യേകമായി കടകളിലായാലും സ്റ്റാളിലായാലും ഷെഡിലായാലും ഒക്കെ പ്രത്യേകം വാടകെടുത്തിട്ട് അതിനായി കച്ചവടത്തിനിറങ്ങുന്ന കുറെ ആളുകളുണ്ട്. ആ ആളുകൾ അത്തരം ചന്തകളിൽ പോയി, മാർക്കറ്റുകളിൽ പോയി, ഉപ്പിലിട്ടത് ഒരു ഭാഗത്ത്, പുളിയുള്ളത് വേറെ ഭാഗത്ത്, ഐസ് വേറെ, ഐസ്ക്രീം വേറെ, അതുപോലെ തന്നെ ചുട്ടത്, കരിച്ചത്, എണ്ണ വരട്ടിയത്, പിന്നെ കുൽക്കി സർബത്ത്, അനി അല്ലാത്ത സർബത്ത്, സോഡ സർബത്ത്, ഇങ്ങനെ പലജാതി സാധനങ്ങൾ തിന്ന് കുടിച്ച് ആളുകൾ രാത്രി തീർക്കുകയാണ്. ഇത് 1 മുതൽ അവസാനം വരെയുണ്ട്. അവസാനത്തെ 10 പ്രത്യേകിച്ച് പോകുന്ന ആളുകളുണ്ട്. കാരണം അവസാനത്തെ 10 ഡ്രസ്സ് എടുക്കാൻ വിചാരിയൊക്കെ മുന്നിക്കാണ് പ്രത്യേകം ലൈറ്റിട്ട് അലങ്കരിച്ചിട്ട് അങ്ങാടികൾ. അപ്പൊ അത് അവസാനത്തെ 10 റമദാനിൽ ഇത്തരം ചന്തകൾ ഏർപ്പെടുത്തുന്നവരും ആ ചന്തയിലേക്ക് പോകുന്ന ആളുകളും മനസ്സിലാക്കേണ്ടത് റമദാനിന്റെ മഹത്വം നഷ്ടപ്പെടുന്നു. ഇത്ര വലിയ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള നിയമത്തായ റമദാൻ മാസം, അതിന്റെ രാവുകളുടെ ശ്രേഷ്ഠത, രാത്രി അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ ഓരോ രാത്രിയിലും മോചിപ്പിക്കുന്നു എന്നാണ്. ചോദിക്കൂ, തരാം, പൊറുക്കല്ലത്തോടൂ, പുറത്തു തരാം, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ആകാശത്ത് വെച്ച്. പക്ഷേ ചോദിക്കാൻ ആളില്ല, പുറത്തിരണം അറിയാനില്ല. എങ്ങനെ സമയം കിട്ടുക? തൊള്ളറച്ച് ഐസ്ക്രീമും അതുപോലെ തന്നെ ഉപ്പിലിട്ടതും മധുരവും കേക്കും തിന്ന് നടക്കുമ്പോൾ സമയം ഉണ്ടാവും ഇല്ല. അപ്പൊ അത്തരം ആളുകൾ ഈ അങ്ങാടികളിലൂടെ നടന്നു തെണ്ടുന്നു. ഇത് മുസ്ലിം സമൂഹത്തിൽ വ്യാപിച്ചു വരുന്നു. പ്രായം ചെന്ന വല്യന്മാര്, മക്കനിട്ട വല്യന്മാരും ചുരിദാറും പാന്റും കൊടുത്ത യുവതികളും അങ്ങനെയുള്ള നടക്കല്. ചെറുപ്പക്കാര് ചുരിദാർ പാന്റ്, ജീൻസ് പാന്റ്, ടീഷർട്ട്. വയസ്സായ ആൾക്കാർ മക്കനിട്ടോലും നിക്കാബ് ഭരിച്ചോലും കുടുംബസമേതം പാപ്പ, മക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, അളിയന്മാർ, ഉമ്മമാർ, വല്യമ്മമാർ, പെങ്ങന്മാർ എല്ലാം കൂടിയിട്ട് പോവാൻ. പിന്നെ അതിന്റെ പുറമെ ആൺ സുഹൃത്തുക്കൾ വേറെ, പെൺ സുഹൃത്തുക്കൾ വേറെ, ആണും പെണ്ണും സുഹൃത്തായവർ വേറെ. ഇതൊക്കെ അങ്ങാടിയിലുണ്ട്. ഏത് മാസം? റമദാൻ മാസം. ആരാ? മാപ്പിളാരെന്നല്ല, സെലഫികളെന്നും മുജാഹിദുകളെന്നും പറയുന്നവരൊക്കെ പോകുന്നു. എന്നിട്ട് കടക്കാരന് പൂട്ടാൻ നിർവാഹമല്ല, 12 ആയി പോകുന്നു പൂട്ടാൻ. ആള് പോയി കിട്ടണ്ടേ? അപ്പൊ ഇത് ശൈത്താന്റെ കേന്ദ്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഹബ്ബുൽ ബിലാദിൽ അല്ലാഹി മസാജിദുഹ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടത് ഭൂമിയിൽ, നാടിൽ വെച്ച്, സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടത് പള്ളികളാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അസ്വാഖുഹ, അത് അങ്ങാടികളാണ്. എല്ലാ അങ്ങാടിയും. അപ്പൊ റമദാൻ മാസത്തിലെ ഈ അങ്ങാടിയോ അത് അതിനേക്കാൾ വെറുപ്പുള്ളതായിരിക്കും. ഇത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ അതിൽ പറഞ്ഞൊരു കാര്യമാണ്, അങ്ങാടികൾ അടുത്തടുത്ത് വരിക. ഇന്നിപ്പോ എല്ലായിടത്തും അങ്ങാടി, റോഡിന്റെ സൈഡ് മുഴുവൻ കടകളാണ്. പണ്ട് 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 10 കിലോമീറ്റർ അങ്ങാടികളുടെ അടുത്ത് നിന്ന് റോഡ് നിറയെ അങ്ങാടികളായി മാറി. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ സഖാബിൻ ഫിൽ അസ്വാഖ്. നബിനെ കുറിച്ച് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിൽ ബഹളം വെക്കുന്നവനായിരുന്നില്ല, കോലാഹലം ഉണ്ടാക്കുന്നവനായിരുന്നു. ഇന്ന് അങ്ങാടി പോയാൽ എന്താ? എല്ലാ തരം പേക്കൂത്തുകളും തോന്നിവാസങ്ങളും അനാവശ്യങ്ങളും വന്നിറങ്ങുന്നതും അതൊരു സ്വാതന്ത്ര്യമായി കാണുന്നവരും ഇത് അങ്ങാടികളാണ്. അതുകൊണ്ട് തന്നെ നബി പറഞ്ഞു, അങ്ങാടിയിൽ അവസാനം പോകുന്നവനും ആദ്യം തിരിച്ചു പോരുന്നവനുമാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ. അവസാനം അങ്ങാടി പോവുക, വേഗം തിരിച്ചു വരിക. എന്താണ് ആവശ്യം അതിന് മാത്രം പോവുക. ഇന്ന് സമയങ്ങളും മണിക്കൂറുകളും ചെലവഴിക്കാൻ അങ്ങാടികളിലാണ് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ശൈത്താന്റെ യുദ്ധക്കളമാണ്. മാറക്കത്തു ശൈത്താൻ, അങ്ങാടികൾ ശൈത്താന്റെ യുദ്ധക്കളമാകുന്നു. വബിഹാ യൻസിബു റായതഹു, അങ്ങാടിയിൽ ശൈത്താൻ അവന്റെ കൊടി നാട്ടുന്നു. ആ കൊടികളാണ് ഈ ടെന്റുകൾ, ഈ കച്ചവടങ്ങൾ, ഈ സ്റ്റാളുകൾ. അവിടെയാണ് ശൈത്താന്റെ കൊടി നാട്ടിയെടുത്ത് മുസ്ലിങ്ങൾ റമദാൻ മാസത്തിന്റെ രാത്രികളിൽ പോയി ഹയാത്താക്കേണ്ടടുത്ത് അവിടെ പോയി ദിവസങ്ങളെയും മണിക്കൂറുകളെയും കൊല്ലുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി വിട്ടുകൊണ്ട്, അതൊക്കെ ദുനിയാവിന്റെ മോടികളും അലങ്കാരങ്ങളും ശൈത്താന്റെ വലയുമാണ് എന്ന് നബി സൂചിപ്പിച്ചത് അങ്ങനെ തന്നെ മനസ്സിലാക്കി അതൊക്കെ മാറ്റി നിർത്തി രാവിലെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തെടുക്കാൻ ജീവനുള്ളതാക്കി മാറ്റുക. അത് 10 മാത്രമല്ല, എല്ലാ ദിവസങ്ങളും. അല്ലാത്ത ദിവസവും പോണ്ട, ആവശ്യമുള്ള പോയിക്കോളൂ, സാധനമായി പോരാ. തിന്ന് സാധാരണ ആൾക്കാർ പറയണ്ട, ആടിനെ പോലെ. ആട് നടക്കുന്നിടത്തൊക്കെ തിന്നു, മറ്റു മൃഗങ്ങൾ അറിയാം, പോണടുത്ത് കണ്ടതൊക്കെ കടിക്കാനുള്ള ആടിന്റെ സ്വഭാവം. അപ്പൊ ആടിനെ പോലെ തെണ്ടി നടക്കേണ്ട നാക്കാലിയല്ല മനുഷ്യൻ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഷർറിൽ നിന്നും, ഇത്തരം വലകളിൽ നിന്നും, ഇത്തരം ഫിത്നകളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മറിച്ച് കസ്തൂരിയുടെ ഗന്ധമുള്ള, വെളുത്ത, നല്ല പൊടിയുള്ള, മണ്ണുള്ള, അത് സ്വർഗത്തിനെ കുറിച്ച് വിശേഷിപ്പിച്ചതാണ്. ആ സ്വർഗത്തിന് കിട്ടാൻ വേണ്ടി നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളെ പ്രത്യേകിച്ച് ഉപയോഗപ്പെടുത്തണം. അള്ളാഹു അക്കൂട്ടരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തും.